ഇതുവരെ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെയൊരു ഇതുപോലെ രാഹുൽ ഗാന്ധിയെ പോലീസ് കൈകാര്യം ചെയ്തിട്ടില്ല. നോക്കൂ, ബലമായി രാഹുൽ ഗാന്ധിയെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ രാഹുൽ ഗാന്ധിയെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ ബലമായി ഇപ്പോൾ പോലീസ് നീക്കുന്നു. നോക്കൂ, രാഹുൽ ഗാന്ധി താഴേക്ക് വീണു. രാഹുൽ ഗാന്ധി ഇപ്പോൾ താഴേക്ക് വീണു. രാഹുൽ ഗാന്ധി താഴേക്ക് വീഴുന്നു. അഖിലേഷ് യാദവിനെ നമുക്ക് കാണാൻ കഴിയും. പോലീസ് ബലമായി തന്നെ ഇപ്പോൾ നേതാക്കളെ അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുകയാണ്. കേന്ദ്ര നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? എങ്ങനെയും നീക്കുക എന്നൊരു നിർദ്ദേശത്തിന് പേരിലായിരിക്കില്ലേ ഈ ബലപ്രയോഗം? തീർച്ചയായും മാധു, ഇത് തീർച്ചയായും ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം തന്നെ ഉണ്ടാകും. കാരണം അതീവ സുരക്ഷാ മേഖലയിൽ ഇങ്ങനെയൊരു സമരം അനുവദിക്കാൻ പാടില്ല എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശക്തമായ നിർദ്ദേശമുണ്ടായിരിക്കാം. ആ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ദില്ലി പോലീസ് നടപ്പാക്കുന്നത്. അതീവ സുരക്ഷയുള്ള വ്യക്തികളാണ് രാഹുൽ ഗാന്ധി ആയാലും അഖിലേഷ് യാദവ് ആയാലും. അവരെ ദില്ലി പോലീസ് വലിച്ചടയ്ക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ രാഹുൽ ഗാന്ധിയെ ബലമായി വലിച്ചിഴച്ച് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതുപോലൊരു കാഴ്ച നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇതുപോലെ സമരങ്ങളെ പോലീസ് നേരിട്ടിട്ടുണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് തുല്യമായി തന്നെ രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടേണ്ട ഒരു നേതാവാണ്. ആ നേതാവിനെയാണ് ഇപ്പോൾ ദില്ലി പോലീസ് ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ. പിടിവലിക്കിടയിൽ രാഹുൽ ഗാന്ധി താഴെ വീണു. അവിടെ ഇരിക്കുന്നത് കാണാം. ഇപ്പോൾ നിലത്തിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലെ റോഡിൽ കുത്തിയിരിക്കുകയാണ്. അഖിലേഷ് യാദവിനെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലാണ് പ്രതിഷേധത്തെ പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്നലെ വിദ്യാർത്ഥികളെ ലാത്തിചാർജ് ചെയ്തുവെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാക്കളെ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാക്കളെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ദില്ലി പോലീസ് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ദില്ലി പോലീസ് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ ഈ നിലയിൽ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ KC വേണുഗോപാലിനെ ഇവിടെ നിന്ന് ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു. ആ കൊണ്ടുപോകുന്നതിനിടയിൽ KC വേണുഗോപാൽ നിലത്ത് വീണു. മുതിർന്ന നേതാക്കളാണ്. ആ നേതാക്കളെ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. KC വേണുഗോപാൽ നിലത്ത് വീണു. ആൾക്കൂട്ടത്തിനിടയിൽ വീണു. പോലീസുകാരുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണു. പിന്നീട് അവിടെ നിന്ന് വലിച്ചിഴച്ചാണ് KC വേണുഗോപാലിനെ കൊണ്ടുപോയത്. ഇപ്പോൾ അതേ രീതിയിൽ രാഹുൽ ഗാന്ധിയെയും രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പോലീസ് വലിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കളെയാണ് ഈ വലിച്ച് ഇഴക്കുന്നത്. നേരത്തെ PR സുനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്ത് അടിയന്തരാവസ്ഥ കാലത്ത് പോലുമില്ലാത്ത പോലീസ് ബലപ്രയോഗമാണ് നമ്മൾ കാണുന്നത്. PR സുനിൽ, രാഹുലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെയുണ്ടല്ലോ, ഇതിനിടയിൽ കാണണമല്ലോ. മധു, രാജ്യത്ത് ഏറ്റവും അതീവ സുരക്ഷയുള്ള വ്യക്തികളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ അതീവ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിയും. ആ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ടാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് ഈ രീതിയിൽ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യം. ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു പ്രതിപക്ഷ നേതാവിനും ഇതുപോലെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടാകില്ല. നോക്കൂ, ഏറ്റവും മുതിർന്ന നേതാക്കളാണ്. നോക്കൂ, ഈ പിടിവലി, ഇത് അല്പസമയം മുമ്പുള്ള ദൃശ്യമാണ്. ഈ പിടിവലി നോക്കൂ, രാഹുൽ ഗാന്ധിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആ ഉന്തിലും തള്ളിലും രാഹുൽ ഗാന്ധി നിലത്ത് വീഴുകയാണ്. അവിടെ പിന്നീട് രാഹുൽ ഗാന്ധി ഇരിക്കുന്നു. നോക്കൂ, ഈ രീതിയിലാണ് ഒരു പ്രതിപക്ഷത്തിന്റെ സമരത്തെ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായും ഒരു കാടത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ബലപ്രയോഗം ഉണ്ടാകും എന്നുള്ളതാണോ മധു? തീർച്ചയായും കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം പോലീസിന്റെ ഈ നീക്കം. സ്വാഭാവികമായും അത്തരം നിർദ്ദേശങ്ങൾ ഈ ഒരു നീക്കത്തിന് പിന്നിൽ ഉണ്ടാകും. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ മേഖലയാണ് പ്രധാനമന്ത്രിയുടെ വസതി എന്ന് പറയുന്നത്. അപ്പോൾ ആ വസതിയിലേക്കാണ് ഇങ്ങനെയൊരു പ്രതിഷേധ മാർച്ച് എത്തിയത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പ്രതിഷേധ മാർച്ച് തുടരുന്നു എന്നത് തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആഘാതം തന്നെയാണ്. അത് വലിയ തിരിച്ചടി തന്നെയാണ്. അത് രാജ്യത്തെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിച്ഛായ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഇവരെ അവിടുന്ന് ബലമായി തന്നെ നീക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ബലമായി നീക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ള നേതാക്കളാരും സാധാരണക്കാരായ നേതാക്കളല്ല. അവിടെയുള്ള നേതാക്കൾ സാധാരണ നിലയിലുള്ള നേതാക്കളല്ല. ഒരുപാട് തവണ മുഖ്യമന്ത്രിമാരായ മല്ലികാർജുൻ ഖാർഗെയെ പോലുള്ള നേതാക്കൾ, ഏറ്റവും മുതിർന്ന നേതാക്കൾ